വയനാട് പുൽപ്പള്ളിയിൽ കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ദേവർഗദ്ധ ഉന്നതിയിലെ കൂമനാണ് മരിച്ചത്. പുഴയരികിൽ നിന്ന് കടുവ കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് കൂമന്റെ സഹോദരി കുള്ളി പറഞ്ഞത്. ഞങ്ങൾ വേറെ കണ്ടില്ല. പുഴേന്റെ അരികിൽ ബൗണ്ടറിയിൽ തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ആങ്ങളെ വള്ളി വെട്ടാൻ വേണ്ടി ഇച്ചിരി കയറി, അത്രയേ ഉള്ളൂ. അവിടെ തന്നെ പിടിച്ചു. ഒരു ഒച്ച കേട്ടപ്പോൾ അവിടെയുള്ള ആള് വിളിച്ചിട്ട് മാച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അയാൾ പറയാ പേടിക്കണ്ട കൊണ്ടുപോയി എന്ന്. ഞാൻ പറഞ്ഞു എന്താന്ന് പറഞ്ഞപ്പോൾ കടുവ കൊണ്ടുപോയി എന്ന്. അത് വലിച്ചു കൊണ്ടുപോയി എത്ര ദൂരം പോയില്ല ഞാനൊപ്പ. മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിക്കുകയാണിപ്പോൾ. കടുവയെ കണ്ടെത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കാനും നടപടികൾ തുടങ്ങിയതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, ഈ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ് പുൽപ്പള്ളിയിലെ ഈ കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. കൂമന്റെ ശരീരം കടുവ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് സഹോദരിയെ അവിടെയുള്ളവർ അറിയിച്ചത്. ഇതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്, കാണുന്നുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ. എന്താണ് നിലവിലെ സാഹചര്യം, സ്ഥിതി? ഗോപി, കഴിഞ്ഞ ദിവസമാണ് പച്ചിലക്കാട് മേഖലയിൽ ജനവാസ കേന്ദ്രത്തിൽ കടുവ ഇറങ്ങിയത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ദിവസം തന്നെ ചീയമ്പം 73 എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പോത്തിനെ കടുവ ആക്രമിച്ചു കൊല്ലുന്ന അനുഭവം ഉണ്ടായി. ഇപ്പോൾ ഒരു മനുഷ്യൻ കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് കുറിച്യാട് റേഞ്ചിന് കീഴിൽ, പുൽപ്പള്ളിക്ക് അടുത്താണ് ഈ സ്ഥലമെങ്കിലും കുറിച്യാട് റേഞ്ചിന് കീഴിലാണ് ഈ വനമുള്ളത്. വനത്തിന്റെ ഓരത്താണ് ദേവർഗദ്ധ ഉന്നതി. ആ ദേവർഗദ്ധ ഉന്നതിയിലെ ഗോത്രവിഭാഗത്തിൽ ഉൾപ്പെട്ട കൂമന്മാരൻ എന്നു പേരുള്ള ആളാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹം 65 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഈ വനവിഭവങ്ങൾ, പ്രത്യേകിച്ച് വിറകടക്കം ശേഖരിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് കന്നാരമ്പുഴയ്ക്ക് അടുത്ത് എത്തിയതായിരുന്നു. സഹോദരിയും ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ പോയ ഘട്ടത്തിലാണ് കടുവ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 3/4 കിലോമീറ്റർ ഓളം വനത്തിനകത്ത് നിന്നാണ് മൃതദേഹം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാം ചേർന്നാണ് ഈ മൃതദേഹം കണ്ടെടുക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അത് ഒരു ചാലിൽ മൃതദേഹം കിടക്കുന്ന കഴുത്തിനാണ് പിടിച്ചത്. കഴുത്തിന് പിടിച്ച ശേഷം അത് നേരെ വലിച്ചിഴച്ച് വനത്തിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിദാരുണമായ സംഭവം. നേരത്തെ പഞ്ചാരക്കൊലിയിൽ രാധ, അതിന് മുമ്പ് പ്രജീഷ്, 2023 ഡിസംബർ മാസം പ്രജീഷ്. എന്തായാലും കടുവകളുടെ പ്രജനനകാലം കൂടിയാണിത്. ആ പ്രജനനകാലത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ വലിയ രീതിയിലുള്ളൊരു ഒരു പ്രതിഷേധം ഇവിടെ അവരുടെ ബന്ധുക്കളാണ് ഈ കാണുന്നത്. ആ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കടന്നു വരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നിലവിൽ ചർച്ച നടത്തുന്നു. വനംവകുപ്പിന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയ സാഹചര്യമുണ്ട്. അതായത് ഈ കടുവയെ തിരിച്ചറിയാനും ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു ഇന്ന് തന്നെ വിതരണം ചെയ്യുന്നത് വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇതിനകത്ത് വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനകത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കൾ, നാട്ടുകാർ, ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ അമർഷം അത് സ്വാഭാവികമായും ഉണ്ടാകും. ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്താണ് ചേട്ടാ ബന്ധു കൂടിയാണല്ലോ, എന്താണ് ഞങ്ങളുടെ ഡിമാൻഡ് വെക്കുന്നത്? ഞങ്ങൾക്ക് ഈ മരിച്ചാക്ക് 25 ലക്ഷം റുപ്യ കൊടുക്കണം സർക്കാർ, വനവകുപ്പ്. അതുകൂടാതെ ഒരു സ്ഥിരം ജോലി അവരുടെ മക്കളിൽ 2 പേരുണ്ട്, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റൊരു ദാരുണമായ സംഭവം കൂടി വീണ്ടും വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പുൽപ്പള്ളിയിലാണ് കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ദേവർഗദ്ധ ഉന്നതിയിലെ കൂമൻ ആണ് മരിച്ചത്. പുഴയരികിൽ നിന്ന് കടുവ കാട്ടിലേക്ക് കൂമന്റെ ശരീരം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് സഹോദരി കുള്ളി പറഞ്ഞത്. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി തുടരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് നാട്ടുകാർ പറയുന്നത്? എന്തായാലും ഇവർ പറയുന്ന കാര്യം നഷ്ടപരിഹാര തുകയടക്കം നൽകണമെന്നുൾപ്പെടെയുള്ള കാര്യമാണ്. അതായത് 25 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നൽകണം. ഒപ്പം തന്നെ കുടുംബത്തിൽ 2 മക്കളുണ്ട് ഇദ്ദേഹത്തിന്. ആ 2 മക്കൾക്കും ജോലി നൽകണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും നാട്ടുകാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്ന ഒരു സ്ഥിതിയുള്ളത്. എന്തായാലും ബന്ധുക്കളാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നതെല്ലാം തന്നെ ഈ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം തന്നെ. അവർ അവിടെ വന്നു, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. എന്തായാലും ഇവരെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ആ പ്രദേശത്തുള്ള ആളാണോ? അതെ, എന്റെ കുടുംബക്കാരൻ തന്നെയാണ്. എന്റെ പെണ്ണുങ്ങളുടെ മാമനാണ്, സ്വന്തം മാമനാണ്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇവർ കടുവ പിടിച്ചെന്നാണ് പറയുന്നത്. കടുവ പിടിക്കുന്ന സ്ഥലത്ത്
കടുവ പിടിക്കുമ്പോൾ ഇവർ അടുത്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ പിടിക്കുന്ന കണ്ടെന്ന് പറഞ്ഞ് കാർ കൊണ്ട് ഓടിയെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് പോയി എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതെ വിറക് ശേഖരിക്കാൻ വേണ്ടി പോകാം. അല്ല, കാടും കൊണ്ട് ജീവിക്കുന്നവരാ. കാടായി കാടും വീടും ഇത് രണ്ടല്ലാതെ നാട്ടിലൊരു ജീവിതം ഇല്ല അവർക്ക്. ഒരു കെട്ട് വിറകാണെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് ഉപജീവിതം കഴിഞ്ഞ് പോവുക, കാട്ടുകിഴങ്ങ് മാന്തി ജീവിക്കുക, മീൻ പിടിച്ച് ജീവിക്കുക, ഇങ്ങനത്തെ ഉള്ള ശീലമുള്ളൂ. നമുക്ക് വനാവകാശ നിയമപ്രകാരമുണ്ട് വനത്തിൽ വിറകെടുക്കാനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ എന്നും കാട്ടിപ്പോയി. ഇവർ കാടെന്ന് പറഞ്ഞാൽ സ്ഥിരം ഇവരുടെ സ്വന്തമാണ് കാട്, അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇത് അതിനെ ഒന്നില്ലെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റുക. ഇത് എന്താണ് ഇത് വയനാട്ടിൽ ഇപ്പോൾ ഒരു തുടർക്കഥയായി മാറുകയാണ്. ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി വനം വകുപ്പ് തയ്യാറാകുന്നില്ല. ഇവർ ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതല്ലാതെ ആത്മാർത്ഥപരമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. വനം വകുപ്പ് മന്ത്രി തന്നെ അമ്പേ പരാജയമാണ്. അദ്ദേഹത്തിന് എണീറ്റ് നടക്കാനും പോലും പറ്റുന്നില്ല. എനിക്ക് പറയാനുള്ള മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ വനം വകുപ്പ് മന്ത്രി സ്ഥാനം വേറൊരു മന്ത്രിക്ക് ചാർജ് കൊടുക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഈ ഇതുണ്ടല്ലോ, കാടും നാടും വേർതിരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നെറ്റ് ഉപയോഗിക്കാം, ട്രഞ്ച് ഉപയോഗിക്കാം, ഫെൻസിങ് ഉപയോഗിക്കാം. അതൊന്നും ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇതാക്കാണ്, ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ കുറേ ചെക്ക് ബുക്കും കൊണ്ടുപോയിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്. അത് തന്നെ പല സ്ഥലത്തും കൊടുക്കുന്നില്ല. 10 ലക്ഷം കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള പൈസ കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് അടിയന്തരമായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധം ഇതിൽ ശക്തമാവും. എന്തായാലും ഇതിനുശേഷം മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെയാണ് നാട്ടുകാർ ഇപ്പോൾ സ്ഥലത്ത് പ്രതിഷേധിക്കുന്നത്. കടുവയെ കണ്ടെത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കാനും നടപടികൾ തുടങ്ങിയതായി വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ച് കാടും നാടും വേർതിരിക്കണം, മാത്രമല്ല കാട്ടുമായി ചേർന്ന് നിൽക്കുന്ന അവരുടെ ജീവിതം ആ നിലയിൽ പോകുന്നതാണ്. അതുകൊണ്ട് ഇവർക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.